ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ സമ്മർ ഫെസ്റ്റ് കാണാൻ പോയതിൻ്റെ. അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിടാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരാഴ്ച ആവാനായിട്ടുണ്ട്. അപ്പം എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാനപ്പോൾ എനിക്ക് ഇപ്പോഴാണ് അത് വീഡിയോസൊക്കെ 2 ഫോണിലൊക്കെ ആയിട്ടാണ് എടുത്തത്. അപ്പം അതൊക്കെ ഒന്ന് സെൻഡ് ചെയ്തെടുത്ത് എല്ലാം കൂടെ ഒന്നിച്ച് എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പം കുറച്ച് സമയമെടുത്ത്. ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് കേട്ടോ, 1-2 ഫോണിലെടുത്ത കാരണം കൊണ്ടേ. അപ്പം ഞങ്ങൾ നേരെ കാലത്ത് ഞങ്ങൾ കാലത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അഴീക്കോടാണ് സമ്മർ ഫെസ്റ്റ് നടന്ന സ്ഥലം. അപ്പം ഞങ്ങൾ കാലത്ത് തന്നെ ഇവിടെ നിൽക്കാൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട് അഴീക്കോട്. അപ്പം അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് എന്നായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ആൾ വിളിച്ചിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ പോയത് തന്നെ കേട്ടോ. കാലത്ത് തന്നെ ഞങ്ങൾ അവളുടെ വീട്ടിൽ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് പോയപ്പോൾ. 5 മണിയില്ല, 6 മണി ആയിട്ടുണ്ട്. അപ്പം അഴീക്കോട് മുനക്കൽ ബീച്ചിലാണ് കേട്ടോ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായിരുന്നു. ചെന്നപ്പോൾ ചെല്ലുമ്പം തന്നെ അതിൻ്റെ അകത്ത് കണ്ടില്ലായിരുന്നു ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ആ തൊട്ടി ഊഞ്ഞാലാണ് ഹൈലൈറ്റ് ചെയ്ത് അതിൻ്റെ അത് കാണിക്കണത്. അടിപൊളിയാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ ഇക്കടെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാ മക്കളും കൂടെ ചേർന്നിട്ട് ആദ്യം തന്നെ ചെന്നപ്പോൾ നമ്മളുടെ ചിമ്പാൻസിയുടെയും എലിഫൻറ്റിൻ്റെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കലും തൊട്ട് നോക്കലൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ ചെറിയ മോൾക്ക് ഭയങ്കര പേടിയായിരുന്നിട്ട് അത് കണ്ടപ്പം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ DJ നടക്കണ ഒരു ഭാഗത്തേക്ക് പോയി. സ്റ്റേജിലാണ്. അപ്പോൾ അവിടെ എന്താ പറയുക, എനിക്ക് അതിൻ്റെ ക്ലിപ്സ് കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം അവിടെ നമ്മളുടെ ഒരു പുതിയ മൂവീൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ആരാണ് നമ്മളുടെ ഷറഫുദ്ദീൻ ഇല്ലേ, ആക്ടർ. അപ്പോൾ ആളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആസിഫ് അലി ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വീഡിയോ എടുക്കാനുള്ള ഇതിലറിഞ്ഞില്ല. അപ്പം ഞങ്ങൾ ആ സമയം റൈഡിലും കാര്യങ്ങളൊക്കെ കയറാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെന്താ, ഞാനാണെങ്കിൽ തൊട്ടിയൂഞ്ഞാലിലൊന്നും റൈഡിലും കാര്യങ്ങളിലൊന്നും ഞാൻ അധികം കയറി പരിചയമില്ല കേട്ടോ. അപ്പം ബീച്ചിൽ ചെന്നപ്പോൾ കയറുവാന്ന് പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. എനിക്കാണെങ്കിൽ മോളെയും കൊണ്ട് കയറുന്ന കാര്യം പേടിയായിരുന്നു. ആൾ പേടിക്കില്ല, കാരണം കുഞ്ഞല്ലേ. അപ്പം കയറി കഴിഞ്ഞപ്പോഴേ ആൾക്കൊരു കുഴപ്പമില്ല, മോൾക്കൊരു കുഴപ്പമില്ല, എനിക്കായിരുന്നു പേടി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് റൈഡിൽ കയറിയത് +2 പഠിക്കുമ്പോഴാണ് കേട്ടോ. ഒരു വണ്ടർല ട്രിപ്പ് പോയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നത്. ഫ്രണ്ട്സിനെല്ലാവരും പാടെ പോയിട്ട് ഒരൊറ്റ റൈഡിൽ കയറിയുള്ള. കയറിയതിലാണെങ്കിൽ അതിൻ്റെ അകത്ത് കയറി റൈഡ് മൂവായി തുടങ്ങി അപ്പം കണ്ണടച്ചതാണ്. പിന്നെ കണ്ണ് തുറന്നത് റൈഡ് താഴെ ലാൻഡ് ചെയ്തപ്പോഴാണ്. അങ്ങനത്തെ ആളാണ് ഞാൻ. എനിക്ക് ഭയങ്കര പേടിയൊക്കെ ഉള്ള കൂടുതലാണ്. അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള കാര്യം പറയണ്ടല്ലോ. കയറി കഴിഞ്ഞ് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും കടലും. താഴെയുള്ള ആൾക്കാരൊക്കെ ഏതോ ചെറിയ ഇങ്ങനെ എന്താ പറയുക, ചെറിയ ഇങ്ങനെ ഉറുമ്പുകളെ പോലെ കാണാം. അത്ര ഹൈറ്റിലല്ലേ പോണത്. സംഭവം നല്ല രസമായിരുന്നു കാണാനൊക്കെ. എനിക്ക് പേടിയുള്ള കൂട്ടത്തിലായതിന് അത്രയ്ക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ. പിന്നെ നമ്മൾ നേരെ കുറച്ച് റൈഡിലൊക്കെ കയറിയായിരുന്നു. ചെറിയ റൈഡ്, നമ്മുടെ ട്രെയിന്, പിന്നെന്താ തൊട്ടിയൂഞ്ഞാൽ, പിന്നെ ഇതൊരു വഞ്ചി പോലത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്തൊന്നും ഞാൻ കയറിയില്ല കേട്ടോ. മക്കളെയും കൊണ്ടൊക്കെ അതിൻ്റെ അകത്ത് കയറുണ്ടായി. മോളെ കൊണ്ട് പോയില്ല, മോളെയും കൊണ്ട് ഇതിൻ്റെ അകത്ത് മാത്രം കയറിയുള്ളൂ. പിന്നെ നമ്മളുടെ ഇങ്ങനെ ചാടിക്കളിക്കുന്ന ആ സംഭവമില്ലേ, എന്തെന്നതിന് പറയാം, അതിൻ്റെ അകത്തൊക്കെ കയറി കുറച്ച് നേരം മോളെ കളിപ്പിച്ച്. പിന്നെന്താ അത് കഴിഞ്ഞ് നേരെ ഇക്കാക്ക് വെള്ളം ദാഹിക്കണം പറഞ്ഞിട്ട് അങ്ങനെ സർബത്തൊക്കെ കുടിച്ച്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് ഇറങ്ങിയപ്പം തുടങ്ങി തലകറക്കം. അപ്പം ഞാൻ അവിടെ ഒരിത്തിരി സൈഡായി. എനിക്ക് മോനെയും കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും അവിടെ നിന്ന് പോകുന്നപ്പോൾ തന്നെ. ഞാൻ ഇക്കാരുടെ ഫ്രണ്ടിൻ്റെ ഫാമിലി അത് കഴിഞ്ഞ് അവരെ വീട്ടിലാക്കി കൊടുത്ത് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അവിടുത്തെ ഉമ്മ ഒട്ടും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളുടെ ലൈറ്റാണ് കേട്ടോ. അതായത് എല്ലാ റൈഡിലും പിന്നെന്താ ഈ തൊട്ടിയൂഞ്ഞാലിലും ഒക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു തീമുണ്ടല്ലോ, അത് അടിപൊളിയാണ് കാണാൻ. നമുക്ക് അകലേന്ന് വരുമ്പം തന്നെ നമ്മളെ ആകർഷിക്കുന്നത് ആ ഒരു LED ലൈറ്റിലാണ് കേട്ടോ. കാരണം അത് കാണുമ്പോഴാണ് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.